വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കർഷക ദിനാചരണം യുവ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസംഗിച്ച് പോവുകയാണല്ലോ എന്ന ചിന്തയും ചിലപ്പോൾ ഉണ്ടാവും. അല്ല, നമ്മൾ ഗവൺമെൻറ് ഓരോ തരത്തിലും അതിനെ മറികടക്കാൻ വേണ്ടി വ്യത്യസ്തമായ ചെയ്താലും 100% നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു 10 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ഒരു ചിത്രമല്ല ചേലക്കരയിലെ കാർഷിക മേഖല. ഇപ്പോൾ നമ്മൾ ജനപ്രതിനിധികൾ ത്രിതല പഞ്ചായത്തിലായാലും MP MLA ആയാലും നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. ഇനി ജനം ഒരു അവസരം തരികയാണെങ്കിൽ നമുക്ക് അടുത്ത കാർഷിക മേഖലയിൽ നമുക്ക് പുതിയ പദ്ധതികൾ ഇന്ന രൂപത്തിലാവണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട ഒരു വിഷയം ഇതാണ് എന്ന് മനസ്സിലാക്കി ഓരോ പഞ്ചായത്തിൻ്റെയും കൃഷിയുടെ രീതി അനുസരിച്ച് അവരെ കർഷകരെ സഹായിക്കാൻ ഇന്ന പദ്ധതി ഒന്നുണ്ടാക്കി കൊടുത്താൽ അവരത് രക്ഷപ്പെടും എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിപ്പിക്കുമ്പോൾ പുതിയ ഒരു തലവേദന. ഇപ്പോൾ നമ്മുടെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ ഇപ്പോൾ കൃഷിക്ക് വന്യമൃഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്ത പാഞ്ഞാളും മുള്ളൂർക്കരയും ചേലക്കരയും നോക്കിയാൽ ആനയുടെ ശല്യം. ഒരു 4 വർഷം മുമ്പ് വരെ ആ ശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കർഷകൻ രാത്രി മുഴുവൻ കാവൽ കിടന്ന് ഒന്ന് കണ്ണ് മയങ്ങി ഒന്ന് ഉണർന്നു നോക്കുമ്പോൾ ആന മുമ്പിൽ നിന്ന് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് T. സ്മിത അധ്യക്ഷത വഹിച്ചു. KA ശ്രുതി, KA ഷെരീഫുദ്ദീൻ, T. ഷീജ, PN അനിൽകുമാർ, നിഷ രമേശ്, അബ്ദുൽ കബീർ, CP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക രംഗത്തെ മികച്ച കർഷകരെയും വനിതാ കർഷകരെയും വിദ്യാർത്ഥി യുവ കർഷകരെയും കർഷക തൊഴിലാളിയെയും ആദരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.